ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിന് വേണ്ടിയുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കാത്തിരിപ്പിനും ചോദ്യങ്ങൾക്കും വിരാമമായിരിക്കുന്നു. പ്രതീക്ഷിച്ചതുപോലെ മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് തന്നെയാണ് ഏഷ്യ കപ്പ് ടീമിനെ നയിക്കുക. ഇന്ത്യയുടെ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം 2020 ടീമിൽ തിരികെ എത്തിയിട്ടുണ്ട്. വൈസ് ക്യാപ്റ്റൻ ചുമതല അദ്ദേഹത്തിനാണ്. അതേസമയം ശ്രേയസ് അയ്യർ, യശസ്വി ജയ്സ്വാൾ തുടങ്ങിയ താരങ്ങൾക്ക് അവസരം ലഭിച്ചില്ല എന്നത് വിമർശനങ്ങൾക്ക് ഇടം നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 IPLകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച, പഞ്ചാബിനെ ഫൈനലിലെത്തിച്ച, അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും നന്നായി കളിക്കുകയും ഒക്കെ ചെയ്ത ശ്രേയസിനെ ഏഷ്യ കപ്പ് ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിലടക്കം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സ്പിന്നർമാരായി കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവർ ടീമിലുണ്ട്. അർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം 3ാം പേസറായി ഹർഷിത് റാണയും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. പേസ് ഓൾറൗണ്ടറായി ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദുബെയും, സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേലുമുണ്ട്. മുംബൈയിലെ BCCI ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കറാണ് ഇന്നലെ ടീമിനെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോൾ സഞ്ജുവിനെ ചുറ്റിപ്പറ്റി ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. 15 അംഗ ടീമിൽ ഇടം പിടിച്ചെങ്കിലും സഞ്ജു 11 അംഗ ടീമിൽ ഇടം പിടിക്കുമോ എന്നും ഏത് പൊസിഷനിൽ കളിക്കും എന്നൊക്കെയുള്ള ആശങ്കകളാണ് പരക്കുന്നത്. സഞ്ജുവിന്റെ ഓപ്പണർ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. സമീപകാലത്തായി സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ കൂട്ടുകെട്ടാണ് ടൂർണമെന്റുകളിൽ ഓപ്പണർമാരായി ഇറങ്ങിയിരുന്നത്. എന്നാൽ ശുഭ്മാൻ ഗില്ലിന്റെ വരവ് സഞ്ജുവിന്റെ ആ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമാക്കുമോ എന്ന ആശങ്കകളാണ് സഞ്ജു ആരാധകർക്കുള്ളത്. അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ കൂട്ടുകെട്ട് ഓപ്പണിംഗിൽ ഇറങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഇത്. മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറുടെ ചില വാക്കുകളും ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നേരത്തെ യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഇല്ലാതിരുന്ന ഒരു ഇടവേള വന്നിരുന്നു. ആ സമയത്താണ് സഞ്ജുവിന് ഓപ്പണറായി അവസരം ലഭിച്ചത്. ഒരുപക്ഷെ അവർ തിരിച്ച് ടീമിലെത്തിയാൽ ആ അവസരം തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന തരത്തിലുള്ള സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമായത്. എന്നാൽ സഞ്ജു അടുത്തിടെ ഓപ്പണറായി വളരെ മികച്ച ഫോമിൽ തന്നെയാണ് പെർഫോം ചെയ്തു വരുന്നത്. 3 സെഞ്ചുറികൾ അടക്കം അദ്ദേഹം ഈ സമയം നേടിയിട്ടുണ്ട്. അതിനാൽ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സഞ്ജുവിനെ എളുപ്പത്തിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനാകുമോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ടോപ്പ് ലെവലിൽ ഉൾപ്പെട്ടാൽ തന്നെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് നീക്കി മറ്റേതെങ്കിലും പൊസിഷനിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. എന്നാൽ സഞ്ജുവിന്റെ പെർഫോമൻസിന് അത് തിരിച്ചടിയാകുമോ എന്ന ആശയക്കുഴപ്പങ്ങളും ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്തു വരുന്നുണ്ട്. സഞ്ജുവിനെ കൂടാതെ ജിതേഷ് ശർമ്മയും വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ട്. IPLലൊക്കെ ഫിനിഷർ റോളിൽ കൂടി തിളങ്ങിയ താരമാണ് ജിതേഷ് ശർമ്മ. ആ പരിഗണന കൂടി ഉള്ളതിനാൽ തന്നെ 6ാം പൊസിഷനിൽ ജിതേഷിനെ ഉൾപ്പെടുത്തിയാൽ അത് സഞ്ജുവിന് തിരിച്ചടിയാകാനും സാധ്യത കാണുന്നുണ്ട്. കാരണം ശക്തമായ മധ്യനിര ഉള്ളതിനാൽ തന്നെ അവിടെയും സഞ്ജുവിന്റെ സാന്നിധ്യം ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധേയമാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് അടുത്ത ലോകകപ്പിന് മുൻപായി ഏഷ്യ കപ്പിലും വരാനിരിക്കുന്ന മറ്റു പരമ്പരകളിലുമൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടത് അത്യാവശ്യമാണ്. സഞ്ജുവിന് ഏഷ്യ കപ്പിൽ എന്തായിരിക്കും സ്ഥാനമെന്ന് ഇപ്പോൾ നമുക്ക് പറയാനാകില്ല. UAEയിൽ ഈ ടൂർണമെന്റ് ആരംഭിക്കുമ്പോൾ ക്യാപ്റ്റനും കോച്ചും തീരുമാനിക്കും എന്നതിനാൽ തന്നെ അവരുടെ തീരുമാനമാകും ഇപ്പോഴത്തെ ആശങ്കകൾക്ക് ഉത്തരം നൽകുക. എന്തായാലും സഞ്ജുവിന്റെ പൊടിപാറും പെർഫോമൻസുകൾക്കായി നമുക്ക് പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം.